നിങ്ങൾക്കറിയില്ലേ, നിങ്ങളിപ്പോൾ സുന്നി പണ്ഡിതന്മാർക്കെതിരെ ലൈംഗിക ആരോപണം ഉന്നയിക്കാൻ രണ്ടാമതായി തിരഞ്ഞെടുത്ത കോഴിക്കോട് മുതലക്കുളം മൈതാനി, അതേ മൈതാനിയിൽ വെച്ച് നിങ്ങളുടെ തലമുതിർന്ന ഒരു നേതാവ് സുന്നി പണ്ഡിതന്മാർക്കെതിരെ അഴിച്ചുവിട്ട ലൈംഗിക ആരോപണങ്ങൾ അന്ന് പ്രഭാഷണ ലോകത്തെ ഇതിഹാസമായ പേരോട് ഉസ്താദ് കൊടുത്ത മറുപടി ഒന്നുകൂടെ കേരള ജനത കേൾക്കട്ടെ. യാതൊരു മടിയുമില്ലാതെ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ വ്യഭിചാര ആരോപണം ഉന്നയിച്ചവരോട് അന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഞാൻ ഇന്ന് ചോദിക്കുന്നത്, വലൗലാ ജാഊ അലൈഹി ബിഅർബഅതി ശുഹദാ, എന്താണ് 4 സാക്ഷികളെ അവർ കൊണ്ടുവരാത്തത്? ഫഇദ് ലം യതൂ ബിശുഹദാഇ ഫൗലൈക ഇൻദല്ലാഹി ഹുമുൽ കദിബൂൻ. സൂറത്തുൻ നൂറിന്റെ പരിഭാഷ വിതരണം ചെയ്ത മാനവസിയാരെ അതൊന്ന് വായിച്ചു നോക്കിക്കൂടായിരുന്നോ? സൂറത്തുൻ നൂറിന് അല്ലാഹു ചോദിക്കുന്നത് 4 സാക്ഷികളെ കൊണ്ടുവരാതെ വ്യഭിചാരാരോപണം ഉന്നയിച്ചവർ ഫൗലൈക ഇൻദല്ലാഹി ഹുമുൽ കദിബൂൻ, അവരെ തന്നെയാണ് അല്ലാഹുവിന്റെ അടുക്കൽ കള്ളം പറയുന്നവർ കേട്ടോ, അവരെ തന്നെയാണ് കള്ളം പറയുന്നവർ കേട്ടോ എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? മാനവസിയാരിയുടെ പറഞ്ഞ തോന്നിവാസങ്ങളെ സംബന്ധിച്ചു ഒരു മനുഷ്യന്റെ നാവ് കൊണ്ട് ഉച്ചരിക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ ഉച്ചരിക്കുന്നില്ല. അതിന്റെ മറുപടി ഞാനെങ്ങനെ പറയും? നമ്മുടെ ഉസ്താദുമാരത് പഠിപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ഒരു കാര്യം പറയുന്നു, അതിന്റെ മറുപടി കേൾപ്പിക്കാൻ ഞാൻ കേസറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആരാ മറുപടി പറഞ്ഞത്? അസ്ഹരിത്തങ്ങളാണ്. ആർക്കെതിരെയാ പറഞ്ഞത്? മാനവസിയാർക്കെതിരെയാണ്. ഇനി നിങ്ങളുടെ സമുന്നതനായ പ്രസിഡന്റ് അസ്ഹരി തങ്ങളുടെ ആ മനോഹരമായ പ്രഭാഷണം നിങ്ങൾക്കൊന്നുകൂടെ കേൾക്കണ്ടേ? സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജാമിഅ നൂരിയിൽ നിന്ന് 2 ആൾ ഒരേ സമയത്താത്ര പഠിച്ചിട്ടുള്ളത്. ഒന്ന് മിസ്റ്റർ മാനു മുസ്ലിയാർ, ഈ പണ്ടാര സ്ഥലത്ത് നിന്ന് നമ്മൾ എന്നാണ് വേറിട്ട് പോകാനും കൂടി അവർ അന്ന് ദുആ ചെയ്തിട്ടുള്ളത്. അന്ന് പണ്ടാര സ്ഥലമായിരുന്നു, പഠിക്കണം. ശംസുൽ ഉണ്ടായിരുന്നു, അടിച്ചുകൊള്ളു. ഇന്ന് ഇങ്ങോട്ട് പറയാം, ഇത് പറഞ്ഞിട്ടേ ഞാൻ പോവുള്ളൂ. ഏതായിരുന്നാലും ശരി, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, മറ്റന്നാൾ നമ്മുടെ നോട്ടീസ് നിങ്ങൾക്കുണ്ടാവും. അതല്ലെങ്കിൽ നമ്മുടെ സ്വന്തം പത്രങ്ങൾ, അല്ലെങ്കിൽ വേറെ പത്രങ്ങളുണ്ട്, മാതൃഭൂമിയോ അല്ലെങ്കിൽ മനോരമ, ഏതെങ്കിലും പത്രം ഉണ്ടാവും. ഇങ്ങനെയുള്ള പത്രങ്ങളിലെല്ലാം നിങ്ങൾക്കറിയാം ജാമിഅ നൂരിയയുടെ സനദ്ദാനം അത് ഒരിക്കലും ശരിയല്ല എന്ന് നിങ്ങൾക്ക് അറിയും. എന്തായിരുന്നാലും ഞങ്ങൾ നടത്തുമെന്ന വാശിയുണ്ടെങ്കിൽ അവരെ ഏറ്റവും വലിയ തെറ്റിന്റെ പേരിൽ ശിക്ഷിക്കാനുള്ള വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഹിന്ദു സ്ത്രീയെ തല്ലിക്കൊന്ന് കുഴിച്ചിട്ട സംഭവം, അവിടുത്തെ മുക്രി പറഞ്ഞപ്പോൾ മുക്രിയെ തല്ലുകയും ആ കേസ് പിൻവലിക്കാൻ വേണ്ടി പോലീസിന് കാശ് കൊടുത്ത് ഏറ്റവും വലിയ മൂതാവി അയാളുടെ ആളാണ് ഈ മാനുമുഷിരിയെ. അവരെ ഞാൻ ആ തല്ലി ഏറ്റവും വലിയ ഒന്ന് വലുത് പിടിക്കുകയാണെങ്കിൽ ആ ശവം ഞാൻ അവരെ കൊണ്ട് കോരിക്കും ഇൻഷാ അല്ലാഹ്. പാവപ്പെട്ട ക്രിസ്ത്യൻ ഒരു ഹിന്ദു സ്ത്രീയാണ്, എന്തിനെയാണ് അവരെ തല്ലിക്കൊന്നു? ഇവന്റെ അനാവശ്യത്തിന് വയസ്സിലാത്തതിന്റെ പേരിലാണോ? അതൊക്കെ വാർത്താനാ, അതൊക്കെ വാക്കാ, തോന്നിയത് വിളിച്ചു പറയല്ല. എന്തിനെ പറയുന്നു? ഞാനുമായി വലിയ അടുപ്പമില്ലാത്തത് AP മുസ്ലിയാർ എന്നെ ഞങ്ങൾ സമ്മേളനത്തിൽ തന്നെ വരണമെന്ന് കത്ത് അവിടെ വന്ന് കൊടുത്തുള്ള പറയുന്നത്. ഇത് ഒന്നാമത് കത്ത് വായിച്ചു. ആ സ്ഥാനം പോലും ഈ സമസമുദായികൾ, അവിടുത്തെ കരിഞ്ചന്ത കച്ചവടക്കാർ, അവിടുത്തെ ചമ്മാടിത്തരം ചെയ്ത് ഇന്നും അവരെ പുറത്താക്കാൻ വേണ്ടി പലരും ഉത്സാഹിക്കുന്ന ആ നാട് പാവപ്പെട്ട തങ്ങന്മാരുടെ ഭയന്നുകൊണ്ട് അവർക്കൊന്നും ചെയ്യാതെ ദുആ ചെയ്യാണ്. അർഹമുർറഹീമായ തമ്പുരാൻ ആ മഹാസ്ഥാനം ഖിയാമത്ത് വരെ നിലനിൽക്കട്ടെ. അതുപോലെ മൂദേവികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറന്തള്ളി പഴയതിലേക്ക് മടങ്ങാൻ തൗഫീഖ് ചെയ്യട്ടെ. മുസ്ലിം വിരോധി പറഞ്ഞതല്ല, നിങ്ങളെ സമസ്തയുടെ പ്രസിഡന്റായിരിക്കുന്ന കാലത്ത് പ്രസിഡന്റ് പറഞ്ഞ ആരോപണമാണ്. ഞങ്ങളെ നേതാക്കന്മാരെ പറ്റി കുള്ളാർന്നങ്ങളല്ല ആരോപണം പറഞ്ഞത്. പിന്നെ ഈ മുസ്ലിം വിരോധികളുടെ കയ്യിലുള്ള ആള്, മുസ്ലിം വിരോധികളുടെ കളിപ്പാവുകളും മുസ്ലിം വിരോധികളും, ശിഹാബുകൾക്കെതിരെ ആരോപണം, അഹമ്മദിനെതിരെ ആരോപണം, കാന്തപുരത്തിനെതിരെ ആരോപണം. എല്ലാവർക്കും എന്താ കാരണം? മുസ്ലിമീങ്ങൾക്ക് ഇവിടെ ഒരു ഉന്നതമായ നേതൃത്വം ഉണ്ടാകരുത്. മുസ്ലിംകളുടെ കൂട്ടത്തിൽ ഒരു പാർട്ടിയിലും ഒരു വിഭാഗത്തിലും ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു നേതാവ് ഉണ്ടാകരുത് എന്ന് മനസ്സിലാക്കിയ മുസ്ലിം വിരോധികൾ അവരച്ചടിച്ചു വിടുന്ന, അവര് പറഞ്ഞു പ്രചരിപ്പിക്കുന്ന മുസ്ലിം വിരോധികളായ മുനാഫിഖീങ്ങൾ ആയിഷ ബീവിയുടെ പേരിൽ എന്ന് പറഞ്ഞതുപോലെ ആരോപണം ഉന്നയിക്കുമ്പോൾ അതെടുത്തു പറയാൻ മാത്രം മതപ്പതിച്ചു പോയ മുസ്ലിയാരെ
സൂറത്തുൻ നൂറിന്റെ പഴയകാലത്ത് നിങ്ങൾ പ്രസിദ്ധീകരിച്ച പരിഭാഷ എന്നിട്ട് വായിച്ചു നോക്കണം. 4 ശുഹദാക്കൾ 4 സാക്ഷികളെ കൊണ്ടുവരുന്നില്ലെങ്കിൽ അന്ന് സുന്നി പണ്ഡിതന്മാർക്കെതിരെ ആരോപണം നടത്തിയ മാനു മുസ്ലിയാരോട് പറഞ്ഞ അതേ മറുപടി തന്നെയാണ് ഇന്നും ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്തിനാണ് 4 സാക്ഷികളില്ലാതെ താങ്കൾ പണ്ഡിതന്മാർക്കെതിരെയും സുന്നി സമൂഹത്തിനെതിരെയും ഉറഞ്ഞു തുള്ളാൻ ശ്രമിക്കുന്നത്? സൂറത്തുൻ നൂർ നിങ്ങൾ കണ്ടിട്ടില്ലേ?